വിശേഷങ്ങള്? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഇതാ ഞാൻ എൻ്റെ അസുഖമൊക്കെ മാറി കുഴപ്പമില്ലാതെ തിരിച്ചു വന്നു. അപ്പൊ ഇന്നലെ ഞാൻ കമ്മ്യൂണിറ്റി പേജിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നലെയാണ് അതിനുള്ള ഒരു ആരോഗ്യം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ കുറെ പേർക്ക് പക്ഷെ അത് കമ്മ്യൂണിറ്റി പേജ് കണ്ടിട്ടില്ല. അപ്പൊ കിഡ്നി സ്റ്റോൺ ആയതുകൊണ്ടാണ് ഞാൻ ഇത്ര ദിവസം വരാതിരുന്നത്. അപ്പൊ ദൈവം സഹായത്തിൽ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല. അപ്പൊ ആരോഗ്യം വന്നപ്പോൾ വേഗം തന്നെ ഒരു ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഒരു പ്ലെയിൻ ബിരിയാണി, പച്ചക്കറികളോ നോൺ വെജോ ഒന്നും ഇല്ലാത്ത പ്ലെയിൻ ബിരിയാണിയാണിത്. അതായത് ഒരു സൗത്ത് ഇന്ത്യൻ റെസിപ്പി. അപ്പോൾ ഇപ്പൊ ബാച്ചിലേഴ്സിനാണെങ്കിലും ഇപ്പൊ പെട്ടെന്ന് നമുക്ക് എന്താ പറയാ, ബാച്ചിലേഴ്സിന് മാത്രമല്ല കേട്ടോ, ആർക്കാണെങ്കിലും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതുപോലെ തന്നെ ഇപ്പൊ കൊറോണ സമയമല്ലേ, പിള്ളേർ മുഴുവൻ വീട്ടിലായിരിക്കും. എനിക്കറിയാം, അമ്മമാരുടെ അവസ്ഥ എനിക്ക് ഊഹിക്കാൻ പറ്റും. അവർക്ക് ഈ പറഞ്ഞ പോലെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ കുറച്ച് നേരമൊക്കെ അവരെ എന്താ പറയുക മിണ്ടാതെ ഇരുത്താൻ പറ്റും തോന്നുന്നു. പിന്നെ എന്താ പറയാ, പുറത്തൊന്നും പോയി കളിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. വേറെ നിവൃത്തിയൊന്നും ഇല്ലല്ലോ, പുറത്ത് പോകാതിരിക്കുന്ന ഏറ്റവും നല്ലത്. അപ്പൊ സേഫ്റ്റിക്ക് പറഞ്ഞാൽ ബോർഡ് ഗെയിംസ് ഒക്കെ ഉണ്ടല്ലോ, ബോർഡ് ഗെയിംസ് ഒക്കെ വാങ്ങണേ കുറച്ച് നേരം കുട്ടികൾക്കൊക്കെ അത് കളിക്കാനുള്ള കവറേജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പൊ എല്ലാവരും സുരക്ഷിതരായിട്ടിരിക്കുക. ഞങ്ങളും ഇവിടെ ഇപ്പൊ ചേട്ടന്റെ ലീവിലാണ്, വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പൊ അതൊരു സമാധാനം. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങള്. അപ്പൊ ഒട്ടും താമസിയാതെ നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള പ്ലെയിൻ ആയിട്ട് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അപ്പോൾ വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഞാൻ പറഞ്ഞില്ലേ, ഇന്നിപ്പോൾ എനിക്ക് വേറൊരു കോംപ്ലിക്കേറ്റഡ് ആയ ഡിഷ് ഉണ്ടാക്കാനുള്ള ആരോഗ്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിന്ന് സിമ്പിളായിട്ടുള്ള റെസിപ്പി ആയിട്ട് വന്നിരിക്കുന്നത്. മാത്രമല്ല ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു കടായി എടുക്കാം. ഓക്കെ, അതിലോട്ട് നമുക്ക് കടായി നമുക്ക് ചൂടാക്കാൻ വെക്കാം. ഞാൻ മീഡിയം ഫ്ലെയിമിൽ തീ ഓൺ ചെയ്തിട്ടുണ്ട്. അതിലോട്ട് ഒന്നില്ലെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുക, അതല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നെയ്യ് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വേണം, അതുകൊണ്ട് ഞാനിപ്പോൾ നെയ്യ് ഒഴിക്കുന്നില്ല. ഞാനിതിലേക്ക് കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ ഓയിൽ ചെറുതായിട്ട് ചൂടായിട്ട് വരുന്നുണ്ട്. അതിലോട്ട് ഒരു ചെറിയ കഷ്ണം പട്ട, ഒരുപാടൊന്നും വേണ്ട കേട്ടോ, ചെറിയൊരു കഷ്ണം പട്ട മതി. അതുപോലെ തന്നെ 2 ഗ്രാമ്പൂ. ഈ ഗ്രാമ്പൂവിൻ്റെ അളവൊക്കെ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ബിരിയാണിയുടെ തന്നെ വാസന മാറിപ്പോകും. അതുകൊണ്ട് ഇത്ര മാത്രം മതി. ഇതിൽ ഞാൻ ബിരിയാണി മസാല അവസാനം ഇടുന്നുണ്ട്. അപ്പോൾ അതിലെല്ലാ ഐറ്റംസ് ഓൾറെഡി നമ്മൾ ചേർത്തിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ ഇനി വീണ്ടും വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് വഴറ്റി കൊടുക്കുക. നല്ലൊരു വാസന വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിലായിട്ടിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അതിലോട്ട് ഒരു 6-7 അല്ലി വെളുത്തുള്ളിയാണ്. അത് കട്ട് ചെയ്യണമെന്നൊന്നുമില്ല. അതുപോലെ തന്നെ ഒരു 6-7 ചെറിയുള്ളി. ആദ്യം തന്നെ അത് വഴറ്റി കൊടുക്കാം. ഇത് മുറിച്ചിടുന്നെങ്കിൽ മുറിച്ചിടുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ നേരെ ഇട്ടുന്നേ ഉള്ളൂ. എന്തായാലും നമ്മളിത് അരച്ചെടുക്കേണ്ടതാണ്. ഞാൻ ചിലപ്പോൾ ഇതിൽ സോയ മാത്രം ഒന്ന് ചേർക്കാറുണ്ട്. അതിൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ് സോയ, അതുകൊണ്ട് മാത്രം. അപ്പോൾ നമുക്കിനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 3 പച്ചമുളക് നെടുകെ കീറിയത് കേട്ടോ. ഇനി പച്ചമുളക് നമ്മൾ ചേർക്കുന്നില്ല. പിന്നെ ഇതിൻ്റെ എരിവൊക്കെ നമ്മുടെ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണം. ഇതൊരു മീഡിയം സ്പൈസ് ലെവലിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ ഈ ബിരിയാണി. നിങ്ങൾക്ക് ഒട്ടും തന്നെ എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ പച്ചമുളകിൻ്റെ എണ്ണയൊക്കെ ഒന്ന് കുറച്ചോളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് വാടിയതിന് ശേഷം നമുക്കിതിലോട്ട് തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് പെട്ടെന്നാവണമെന്നുണ്ടെങ്കിൽ എല്ലാം അരിഞ്ഞിട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു തക്കാളിയാണ്. ഒരു മീഡിയം നല്ല പഴുത്ത തക്കാളി കേട്ടോ. അതും കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങ് വഴറ്റി കൊടുക്കുക. നന്നായി തക്കാളി കുക്കാവണേ. അതുപോലെ തന്നെ നമുക്ക് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് നന്നായി വാഷ് ചെയ്തിട്ടുള്ള മല്ലിയുടെ ഇല, അതുപോലെ തന്നെ കുറച്ച് പുതിനയുടെ ഇല. പുതിനയുടെ ഇല എപ്പോഴും മല്ലിയുടെ ഇലയിനേക്കാളും കുറവ് ഇട്ടാൽ മതി. കാരണം പുതിന ഇലയ്ക്ക് കുറച്ചും കൂടെ ഫ്ലേവർ കൂടുതലാണ്, നല്ലൊരു കുത്തും വാസന വരും. അതുകൊണ്ട് ഓവറായി കഴിഞ്ഞാലും നന്നായിട്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് അതെപ്പോഴും ശ്രദ്ധിക്കുക. ഇതെല്ലാം കൂടി ചേർത്തതിന് ശേഷം ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 5 മിനിറ്റോളം വഴറ്റി അതിന് ശേഷം ചൂടാറിയതിന് ശേഷം ഇത് അരച്ചെടുത്ത് മാറ്റി വെക്കണം. നമുക്കിതിലൂടെ അല്പം മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമുക്ക് ഇനി വേണ്ടതാണ്, അതുകൊണ്ട് ഇപ്പം അധികം ഇടാൻ പാടില്ല. എന്നാലും കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ നമ്മുടെ തക്കാളിയും എല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. നന്നായി ചൂടാറിയതിന് ശേഷം അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. വെള്ളം ചേർക്കാണ്ട് അരയ്ക്കണേ, വെള്ളം ചേർത്ത് അരയ്ക്കാൻ പാടില്ല. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ മസാല നന്നായി ചൂടാറിയതിന് ശേഷം ഞാൻ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് 1.5 ഗ്ലാസ് ബസ്മതി റൈസ് ഞാനൊരു 20 മിനിറ്റ് നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അത് വാർത്ത് വെച്ചിട്ടുള്ളതാണ്, വെള്ളമൊന്നും ഇല്ലാത്ത ബസ്മതി റൈസാണിത്. നമുക്കിത് മാറ്റി വയ്ക്കാം. നമ്മളിത് കുക്കറിലാണ് ഈ ബിരിയാണി ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഒരു കുക്കർ എടുക്കാം. ഇതിപ്പോൾ 5 ലിറ്ററിൻ്റെ കുക്കറാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അത് നമുക്ക് ഓൺ ചെയ്യാം, ഗ്യാസ് ഓൺ ചെയ്യാം. അപ്പോൾ അതിലോട്ട് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഉരുകട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഒട്ടും തന്നെ നെയ്യ് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നെയ്യിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ നെയ്യ് ഉരുകി വരുന്നുണ്ട്. അതിലോട്ട് ഒരു സവാള നൈസാക്കി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം സവാള. അതിലോട്ട് ഒരല്പം
ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഈ സവാള നന്നായിട്ടൊന്ന് ചെറിയൊരു ബ്രൗൺ കളർ ആവണം. അതിനുശേഷം മാത്രം നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ സവാളയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട്, ചെറിയൊരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തീ കുറയ്ക്കുക, ചെറിയ തീയിലോട്ട് മാറ്റാം. അതിലോട്ട് നമുക്ക് പൗഡേഴ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കൊരു 1/4 ടീസ്പൂണോളം നല്ല മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും ഒരു തരത്തിലുള്ള മുളക് പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ അതനുസരിച്ച് മറ്റേ മുളക് പൊടിയുടെ അളവ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ബിരിയാണി മസാലയാണ്. ബിരിയാണി മസാലയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച, അത് കാണാൻ മറക്കരുത്. 1/2 ടീസ്പൂൺ ബിരിയാണി മസാല ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേ സമയത്ത് നിങ്ങളുടെ അടുത്ത് ബിരിയാണി മസാല ഇല്ല എന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഓക്കെ. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട ഒരു അല്പം മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണോളം വേണമെന്നില്ല, അപ്പോൾ അതിനേക്കാളും കുറച്ച് കുറവ്. എന്നിട്ട് നമുക്ക് ഈ പൊടികൾ ഇതിൽ ചേർത്ത് അങ്ങ് വഴറ്റി കൊടുക്കാം. ആ ബിരിയാണി മസാല ഇട്ടപ്പോൾ തന്നെ ഒരു വാസന വേറെ ലെവലായി. അപ്പോൾ ഇങ്ങനെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം മാത്രം നമുക്ക് ഇതിലോട്ട് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ കൂട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോഴും തീ ലോ ഫ്ലെയിമിലായിട്ടേക്കുന്നത്, വേണമെങ്കിൽ നമുക്കൊന്ന് മീഡിയത്തിലോട്ട് മാറ്റാം. ഓക്കെ. ഇനി നമുക്കിതിലോട്ട് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ ഗ്രേവി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് ഒന്ന് ഒരു 2-3 മിനിറ്റ് വഴറ്റി കൊടുക്കുക. അതായത് ഈ ഗ്രേവിയും ഈ മസാലയും തമ്മിൽ നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ. ആ ഒരു പച്ചമണക്ക് ഉണ്ടെങ്കിൽ ഒന്ന് മാറി കിട്ടട്ടെ. അതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇതിലോട്ട് അല്പം തൈര് ചേർത്ത് കൊടുക്കുക. തൈരിൻ്റെ അളവ് ഒരു 3 ടേബിൾ സ്പൂൺ തൈരാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നന്നായി ഒന്ന് ഫോർക്ക് വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ തൈര് അല്പം പുളിയുള്ള തൈരാണ് നല്ലത്. ഒരുപാട് പുളിയല്ല, എന്നാലും കുറച്ചെങ്കിലും പുളി വേണം കേട്ടോ. ഇപ്പോൾ ഒരു 5 മിനിറ്റോളം ഇതിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കേണ്ട, ഞാൻ സാധാരണ രീതിയിൽ ഇതിലിപ്പോൾ നമ്മൾ കിസ്മിസോ അണ്ടിപ്പരിപ്പോ ഒന്നും ചേർക്കാറില്ല. പക്ഷേ ഞാൻ ഇന്നിപ്പോൾ ഫ്രൈ ചെയ്യണമൊന്നുമില്ല, വെറുതെ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. കാരണം അത് കിസ്മിസ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ബിരിയാണിയുടെ കൂടെ. അപ്പോൾ നിർബന്ധമൊന്നുമില്ല കേട്ടോ, ആവശ്യമെങ്കിൽ മാത്രം മതി, ഒരു പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കിസ്മിസ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പാണെങ്കിലും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, വെറുതെ ഇട്ട് കൊടുത്താൽ മതി. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒരു 5-6 അണ്ടിപ്പരിപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെറുതെ ഇട്ടേക്കാണ് കേട്ടോ, മുറിച്ചിട്ടൊന്നുമില്ല. അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തൈരാണ്. അതാണെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഈ സമയത്ത് എന്തെങ്കിലും ചേർക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സോയ ചങ്ക്സ് ഒക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്ന പ്ലെയിൻ ബിരിയാണി തന്നെയാണ്. ഒരു അല്പം പഞ്ചസാരയിൽ ചേർക്കുന്നുണ്ട്, എന്നാലാണ് ആ ഒരു ബിരിയാണിയുടെ വേറൊരു ലെവലിലോട്ട് പോവുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കാം, അതല്ലെങ്കിൽ രണ്ടും ഒഴിവാക്കാം. ഓക്കെ. അപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് അരി ചേർത്ത് കൊടുക്കാം. അരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള അരിയാണ് ബസ്മതി റൈസ്. ബസ്മതി റൈസ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് സെല്ല റൈസ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ പൊന്നി റൈസോ അല്ലെങ്കിൽ എന്താ പറയുക കൈമ റൈസൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് ബസ്മതി റൈസാണ് ഉപയോഗിക്കുന്നത്. കൈമ റൈസ് ഉപയോഗിക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറച്ചും കൂടി കൂട്ടി കൊടുക്കണം. അതായത് ഇപ്പോൾ 2.5 ഗ്ലാസ് വെള്ളത്തിന് വരുമ്പോൾ 2.25 ഒഴിക്കേണ്ടി വരും. അപ്പോൾ അരി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എപ്പോഴും അരി വാഷ് ചെയ്തതിന് ശേഷം മാത്രം വെള്ളത്തിൽ കുതിർക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അരി അങ്ങ് പൊട്ടിപ്പോവും. അരിയുടെ ആ നീളം അങ്ങ് കുറഞ്ഞ് ബിരിയാണി കാണാൻ തന്നെ ഒരു ഭംഗി ഉണ്ടാവില്ല. അതെപ്പോഴും ഞാൻ പല ബിരിയാണിയുടെ റെസിപ്പിയിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. അതായത് ഞാനിപ്പോൾ ഇവിടെ 1.5 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് ഞാൻ 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പോകുന്നത്. അതായത് ഇരട്ടി വെള്ളത്തിനേക്കാളും 1/2 ഗ്ലാസോളം കുറവ് വെള്ളം. കാരണം ഒരു ഓവറായിട്ട് കുഴഞ്ഞു പോകാൻ പാടില്ല നമ്മുടെ ബിരിയാണി. പിന്നെ ചിലവർക്ക് ബിരിയാണി ഇങ്ങനത്തെ ബിരിയാണിക്ക് കുറച്ച് കുഴഞ്ഞാണ് ഇരിക്കുന്നത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 2.25 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെ ഏത് ഗ്ലാസ്സിലാണോ നിങ്ങൾ അരി അളന്നിരിക്കുന്നത് ആ സെയിം ഗ്ലാസ്സിൽ തന്നെ വെള്ളവും അളക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അരി ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് നിൽക്കണം പോലെ വെള്ളം. അപ്പോൾ ഈ സൈഡിൽ നിന്നൊക്കെ മസാലയും അരിയൊക്കെ നമുക്കിതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കണം. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറവാൻ ചാൻസ് ഉണ്ട്, കാരണം ഉപ്പ് നമ്മൾ അധികം ഇട്ടിട്ടില്ല ഇതിലോട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അല്പം പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നിർബന്ധമൊന്നുമില്ല. മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്കൊരു അല്പം ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കണം. അല്പം മാത്രം മതി. ഈ അരി ഒട്ടിപ്പോവാതിരിക്കാൻ, കുഴഞ്ഞു പോകാതിരിക്കാനാണ് നമ്മളങ്ങനെ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ നോക്കട്ടെ. ഉപ്പ് മാത്രം കുറവാണ്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണുള്ള ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. ഇപ്പോൾ ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് തീ വെച്ചിരിക്കുന്നത്. തിളയ്ക്കാൻ തുടങ്ങിയതിന് ശേഷം നമുക്ക് തീ ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം. എന്നിട്ട് കുക്കർ അടയ്ക്കണം. കുക്കർ അടയ്ക്കുമ്പോൾ വെയിറ്റ് ഇടാൻ പാടില്ല. വെയിറ്റ് ഇടാതെ തന്നെ നമ്മൾ കുക്കർ അടച്ചിട്ട് ഒരു 7 മിനിറ്റ് കുക്ക് ചെയ്യുക ലോ ഫ്ലെയിമിൽ. അതിനുശേഷം നമുക്ക് മാറ്റി 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാനിതിൻ്റെ ടേസ്റ്റ് ഫൈനലി ഒന്ന് നോക്കട്ടെ. ഉപ്പ് ഒരുപാട് കൂടിയാലും കുഴപ്പമാണ്. പക്ഷേ ഉപ്പ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊന്ന് മുന്നോട്ട് നിൽക്കണം. അപ്പോഴാണ് ഈ റൈസ് കുക്കായി വരുമ്പോൾ കറക്റ്റായിട്ട് ഉപ്പ് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് വരുള്ളൂ. ഉപ്പ് ആദ്യം തന്നെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പാകത്തിനാണെന്ന് തോന്നുകയാണെങ്കിൽ കുക്കായി വരുമ്പോൾ ഇത്തിരി ഉപ്പ് കുറവായിരിക്കും ബിരിയാണിക്ക്. അതുകൊണ്ട് അല്പം മുന്നോട്ട് നിൽക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീ ലോ ഫ്ലെയിമിലോട്ട് മാറ്റാൻ പോവുകയാണ് കേട്ടോ.
കുക്കർ അടച്ചു. എൻ്റെ എല്ലാ കുക്കർ ബിരിയാണിയിലും പറയുന്ന പോലെ തന്നെ എന്ത് ചെയ്യണം, അതിൻ്റെ വെയിറ്റ് റിമൂവ് ചെയ്യുക. അതിനുശേഷം കറക്റ്റ് 7 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. ലോ ഫ്ലെയിമിലാണ്, ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ അല്ല, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. 7 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കങ്ങ് വേറെ അടുപ്പത്തോട്ട് മാറ്റി വയ്ക്കുക. അതിനുശേഷം 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ 7 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ഒരു 7 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ ഇത് മാറ്റി വെച്ചിട്ട് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് 2.5 ഗ്ലാസ് വെള്ളമാണ്. അപ്പോൾ നമ്മുടെ റൈസൊക്കെ നന്നായി കുക്കായിട്ടുണ്ട്. ഇനി ഒരു ഫോർക്ക് വെച്ചിട്ട് താഴേന്ന് മുകളിലോട്ടങ്ങ് കൊണ്ടുവരാം. അങ്ങനെ ചെയ്താൽ മാത്രമാണ്, അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തെ റൈസ് ഒരുപാട് അങ്ങ് കുക്കാവും, മേലത്തെ റൈസ് സാധാരണ രീതിയിൽ കിടക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് ചൂടാറുമ്പോൾ കറക്റ്റ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഉണ്ടല്ലോ, ചോറൊന്നും ഒട്ടാതെ വന്നിട്ടുണ്ട്. അൾട്ടിമേറ്റ്ലി ഈസി റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഇതിലേക്ക് മുട്ട വേണമെങ്കിൽ മുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്താണ് നിങ്ങൾക്ക് താല്പര്യം അതെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു അടിപൊളി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് വേറെ ഒന്നും കാര്യമായിട്ടൊന്നും ഉണ്ടാക്കണില്ല. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ആരോഗ്യം അനുസരിച്ചല്ലേ കുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിന് കൂടി റൈത്ത മാത്രമേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ ലെമൺ ഡേറ്റ്സ് പിക്കിൾ ഓൾറെഡി വീട്ടിലുണ്ട്. അപ്പോൾ അത് കൂട്ടിയിട്ട് ഒരു പിടി പിടിക്കാം. അവർ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കിനും ഇതെല്ലാം കൊടുത്ത് നമുക്ക് പരീക്ഷ കഴിഞ്ഞത് ആഘോഷിക്കാം. ഓക്കെ, അപ്പോൾ ഞാനിതെല്ലാം സെറ്റ് ചെയ്ത് ഫോട്ടോയിലെടുത്തതിന് ശേഷം കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ ബിരിയാണി ഞാൻ ഫോട്ടോ എല്ലാം എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ കൊറോണ കാലമാണ്, നമ്മൾ ഭക്ഷണം ഒരുപാട് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാതെ ഒരു ഐറ്റം 2 ഐറ്റമായിട്ട് ഒതുക്കി എന്താ പറയുക, ഒതുങ്ങി ജീവിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. കാരണം ഭക്ഷണക്ഷാമൊക്കെ നേരിടാൻ ചാൻസ് ഉണ്ട്. അറിയില്ല നമുക്ക് എങ്ങനെയാണ് വരാമെന്ന്. ചൂടാറിയപ്പോൾ കണ്ടില്ലേ, നല്ല റൈസൊക്കെ ഇങ്ങനെ തനി വേറിട്ട് കിടക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലെമൺ ഡേറ്റ്സ് പിക്കിളാണിത്. അതുപോലെ തന്നെ റൈത്ത, നമ്മുടെ നോർമൽ റൈത്ത. ഇതിൻ്റെ രണ്ടിൻ്റെയും റെസിപ്പി ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഒന്നും പറയാനില്ല. എനിക്കിപ്പോൾ സ്പൈസി ഫുഡ് അധികം കഴിക്കാൻ പാടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ചോറുണ്ട്, ചോറ് കൂട്ടിയിട്ട് ഞാൻ കഴിക്കാൻ പോണത്. ഇതിപ്പോൾ ജാനും നന്ദുവിനും അവയ്ക്കുള്ള ഭക്ഷണമാണ്. അപ്പോൾ ഒരു 3 പേർക്കുള്ള ബിരിയാണി, 3 മുതൽ 4 പേർക്കുള്ള ബിരിയാണിയാണ് ഇന്നത്തെ അളവെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അളവ് നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങളുടെ അനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടാം. അപ്പോൾ 4 പേർക്കൊക്കെ ആണെങ്കിൽ ശരിക്കും നല്ല രീതിയിൽ കഴിക്കണമെന്നുണ്ടെങ്കിൽ 4 പേർക്കാണെങ്കിൽ 2 ഗ്ലാസ് അരി എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഈസി പീസി ആയിട്ടുള്ള കുസ്ക ബിരിയാണി. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. അമ്മ, ഞാൻ ഹെൽപ്പ് ചെയ്യാനുള്ള മക്കളല്ലേ. അവിടെ വരെ ആവൻ തുടച്ചു. അമ്മ മോപ്പ് ചെയ്തപ്പോൾ അമ്മ ക്ഷീണിച്ചു. അല്ല, അമ്മ വാക്യൂം ചെയ്തപ്പോൾ തന്നെ. അത് വാക്യൂം ചെയ്ത കാരണം ചേട്ടാ, അല്ലെങ്കിൽ വാക്യൂം അല്ല, അത് ഞാൻ അടിച്ചു. പിന്നെയാണ് വാക്യൂം ചെയ്തത്. ഇവിടെയാണ് പ്രത്യേകിച്ചും അടിച്ചു കഴിഞ്ഞിട്ട് നോക്കുമ്പോ അടിച്ച മുഴുവൻ അപ്പുറത്ത് പോയിട്ടോ. ഇപ്പൊ എല്ലാരും മുടി നല്ല സുഖമായി കുഴിയുണ്ട്. എന്റെ മുടി ഇപ്പൊ കുറവാ. ഇപ്പൊ അച്ഛന്റെ മോന്റെ മുടി.